അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. മരണവാർത്തയാണ്. ഓരോ മരണവാർത്തയിലൂടെയും നമ്മൾ ഓരോ കുടുംബത്തിൻ്റെ വേദനയിലാണ് പങ്കുചേരുന്നത്. ഓരോ കുടുംബത്തിൻ്റെ വേദനയിലൂടെയാണ് നമ്മൾ കടന്നു ചെന്നത്. ഗോപിക എന്ന ഈ ഒരു 31 വയസ്സുകാരിയുടെ മരണം. ഈ മരണത്തിലൂടെ ഒറ്റപ്പെട്ടത് ഒന്നും അറിയാത്ത 2 മക്കളാണ്. അവിടെയാണ് നമുക്ക് സങ്കടമായത്. ആ മക്കൾ എങ്ങനെയാണ് ഒറ്റപ്പെടുക? മക്കൾക്ക് അച്ഛനില്ലേ? ഇല്ല പ്രിയപ്പെട്ടവരെ. 6 വർഷങ്ങൾക്ക് മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്ന് ഗോപികയുടെ ഭർത്താവ് മരണപ്പെട്ടിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള ജീവിതമാണ്. ഈ ഒരു പെണ്ണിനെ സമ്മതിക്കണമെന്ന് നിങ്ങളും പറയും. മക്കൾക്കിനി ആര് എന്നുള്ള ചോദ്യത്തിനാണ് നമുക്ക് ഉത്തരം ലഭിക്കാത്തത്. ഒരു കുടുംബത്തിലെ നാഥൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ആ ഒരു സ്ത്രീ തളർന്നു പോവുകയാണ് പതിവ്. പക്ഷേ ഗോപിക അങ്ങനെയല്ല. വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും നെഞ്ചിലൊതുക്കിക്കൊണ്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. ആരുടെ മുന്നിലും കൈനീട്ടാതെ മാന്യമായ രീതിയിൽ കുടുംബം നോക്കുകയായിരുന്നു ഗോപിക. അച്ഛൻ നഷ്ടപ്പെട്ട മക്കൾക്ക് ഒരേ സമയം അച്ഛനായും അമ്മയായും ജീവിക്കുകയായിരുന്നു ഈ ഒരു സഹോദരി. ജീവിതത്തിലെ പ്രതിസന്ധികളോട് പൊരുതി നിന്ന കരുത്തുറ്റ വ്യക്തിയായിരുന്നു ഗോപിക. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5:45 ഈ ഒരു തീരാവേദനയായ വാർത്ത ആ നാടെങ്ങും പരന്നത്. വൈറ്റില ഹബ്ബിൽ ഒരു സുഹൃത്തിനെ യാത്രയാക്കാൻ പോയതായിരുന്നു ഗോപിക. കൂടെ ഒരു കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. അങ്ങനെ സുഹൃത്തിനെ യാത്രയാക്കി തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു യാദൃശ്ചികമായ ആ ഒരു അപകടം നടക്കുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധ നഷ്ടപ്പെടുത്തിയത് ഒരു ജീവൻ മാത്രമല്ല, 2 മക്കളുടെ തണലുകൂടിയാണ്. കൂട്ടുകാരിയെ യാത്രയാക്കി ഒപ്പമുണ്ടായിരുന്ന ആ കൂട്ടുകാരിയോടൊപ്പം ഫുട്പാത്തിലൂടെ നടന്നു വരികയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാറ് ഇവർ നടന്നു വരുന്ന ആ ഒരു ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വൈദ്യുതി പോസ്റ്റിനും കാറിനുമിടയിൽ കുടുങ്ങുകയായിരുന്നു ഗോപിക. അപകടം നടന്ന ഉടനെ തന്നെ സമീപത്തെ ജിമ്മിലുണ്ടായിരുന്നവരും ബൈക്ക് യാത്രക്കാരും ചേർന്ന് ഗോപികയെ ആശുപത്രിയിലെത്തിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് പരിക്കുകളോടെ ആശുപത്രിയിലും. ഗോപികക്ക് 31 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 8ഉം 9ഉം വയസ്സുള്ള ആ മക്കൾക്ക് ഇനി ആരുണ്ട്? അതാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നത്. ആ മക്കളെ പടച്ചറബ് തന്നെ കാക്കുമാറാകട്ടെ. കൂട്ടുകാരിയുടെ കൈപിടിച്ച് നടന്നു നീങ്ങിയ ഒരു സാധാരണ ഒരു വഴിയാത്ര, അത് ഈ ഒരു സഹോദരിയുടെ ജീവിതത്തിലെ അവസാന യാത്രയായി. ഇതാണ് മരണം, ഇതാണ് ജീവിതം. ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു ആ 2 മക്കൾക്ക് വേണ്ടി. ജീവിതത്തോട് പൊരുതി ജീവിക്കുകയായിരുന്നു. ഗോപികയാണെങ്കിൽ MCA പഠനം പൂർത്തിയാക്കി 5 മാസം മുമ്പാണ് വൈറ്റലിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ HR വിഭാഗത്തിൽ ജോലിക്ക് പ്രവേശിച്ചത്. കുടുംബത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ മാറ്റാൻ ശ്രമിക്കവെയാണ് ഈ ഒരു മരണം വിരുന്നെത്തിയത്. ഒരേ സമയം അച്ഛനായും അമ്മയായും ജീവിച്ച ഗോപിക ഇന്ന് മക്കളെ തനിച്ചാക്കി പോയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ആ കുടുംബത്തിലെത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന ഒരു മരണമായി പോയത്. പടച്ചറബ് ആ മക്കൾക്ക് തണലാവട്ടെ. ഇതുപോലെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും പടച്ചറബ് തന്നെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.